പക്ഷെ അഭിനയം കൊള്ളാം, അഭിനയ രംഗം ഞാൻ അടിച്ചു. എന്തായാലും വിഷ്ണുമോഹന് ശരിക്കും പറഞ്ഞ ഒരു അവാർഡ് കൂടി കൊടുക്കണം. അത്രയ്ക്ക് നല്ല കഥ. എന്റെ മോനുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണല്ലോ ഒരു മൂവിയിൽ വന്നത്. നല്ല സിനിമ, ഫാമിലിക്ക് എല്ലാവരും കാണണം. പ്രണയമാണ് അതിൽ മെയിൻ പ്രണയമാണ് അതിൽ. അങ്ങനെയൊക്കെ പ്രേമം തന്നെയാണ് അതിന്റെ കോർ സബ്ജക്ട്. കുഴപ്പമില്ല, നല്ലൊരു പടം. പ്രണയത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റോറി. അങ്ങനെ പറഞ്ഞാൽ ഏതൊരു പ്രായത്തിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു പ്രണയം ഉണ്ടാവും. അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നന്നായിരിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് കിട്ടി. തീർച്ചയായിട്ടും അഭിപ്രായം നല്ല രസമുള്ള അഭിപ്രായമാണ്. കാരണം ഇത്ര ഇമോഷണലായിട്ടാണ് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റും. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പോർഷൻസൊക്കെയാണ് ഡബ്ബിങ് സമയത്തൊക്കെ കൂടുതലും കണ്ടിരുന്നത്. അപ്പോൾ മൊത്തം ടോട്ടൽ സിനിമയുടെ ഔട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഞെട്ടല്ലാണ് ആക്ച്വലി. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ ഇത്രത്തോളം ഒരു ഡെപ്ത് ഉള്ള ഒരു പ്രണയം, ഇപ്പോൾ ലവ് സ്റ്റോറി നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും കിട്ടിയ ഒരു ഇമ്പാക്റ്റിനേക്കാൾ ഒരുപാട് മേളിലാണ് വിഷ്വലി വന്നത്. അപ്പോൾ അത് വലിയ സന്തോഷം. എല്ലാവരുടെയും ക്യാരക്ടർ, ഹക്കീം ചെയ്ത ക്യാരക്ടർ, മിനിസ്ട്രിയുടെ പ്രത്യേകിച്ച് മിനിസ്ട്രിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഒരുപാട് ചർച്ച ചെയ്യേണ്ട. അത് മനുഷ്യരുടെ പണ്ടത്തെ പ്രണയം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു പ്രൊമോഷനിൽ ഞങ്ങളുടെ വിഷ്ണു ചേട്ടൻ, ഞങ്ങളുടെ ഡയറക്ടർ സാറ് പറഞ്ഞതുപോലെ പ്രണയിക്കാത്തവരും പ്രണയിച്ചിട്ടില്ലാത്തവരും അതിൻ്റെ പെയിൻ അറിയാത്തവരും ഒക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും. സോ അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരിക്കും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അറിയാം, ഓണക്കാലമാണ്. ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളും നീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ മൂവീസും ഹൗസ്ഫുൾ. കഥ ഇതുവരെ പറയുന്നത് ഒരു മൂന്നോ നാലോ പ്രണയകഥകളുടെ ഒരു മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ പ്രണയകഥകളുടെ ഒരു അഭാവമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഈ സിനിമയിലെ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിനിമയിൽ കണ്ട് ശീലിച്ച നായകൻ ഇങ്ങനെയായിരിക്കണം, നായിക ഇങ്ങനെയായിരിക്കണം എന്നുള്ള അങ്ങനത്തെ ചില ക്ലീശകളൊക്കെ ഈ സിനിമ പൊളിച്ചിട്ടുണ്ട്. നായകനും നായിക ഇന്ന ബാക്ക്ഗ്രൗണ്ടിലാവണം, അങ്ങനെയുള്ള എല്ലാവിധ മുൻധാരണകളെയും പൊളിച്ചുകൊണ്ടുള്ള മൂന്നോ നാലോ പ്രണയങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലോട് അടുക്കുമ്പോൾ അവസാനത്തെ ഒരു 10 മിനിറ്റ് അതിഗംഭീരമായി ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് നല്ല ഒരു ട്വിസ്റ്റായിട്ട് ആ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്ണുമോഹൻ്റെ മുൻപത്തെ സിനിമ മേപ്പടിയാനാണ്. നമുക്കറിയാം അതിനകത്ത് ഒരുപാട് അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടെങ്കിലും സിനിമയുടെ മൊത്തത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഇത് വളരെ റിയലിസ്റ്റിക് ആയ പ്രണയാനുഭവങ്ങൾ. എല്ലാ പ്രണയവും സിനിമയിലല്ലാതെ സക്സസ് ആവില്ല എന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ കഥ ഇന്ന് വരെയും കൂടി സ്വീകരിക്കാൻ സപ്പോർട്ട് ചെയ്ത കഥാപാത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്ത ഒരു കഥാപാത്രമാണ് ഇതിലുള്ളത്. കാരണം വെച്ചാൽ ഒരു പ്രണയം പറയുക, അത് ഫീൽ ചെയ്യുക എന്നുള്ള ജോണർ കൈൻഡ് ഓഫ് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ ഇഷ്ടം കേൾക്കുക, പ്രകടിപ്പിക്കുക എന്നുള്ള സീൻസ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് പുതുമയുള്ളൊരു കാര്യമായിരുന്നു. സ്ക്രീനിൽ അതെങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു. അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ സീൻസൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇനിയും കാണുന്നവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെത് മാത്രമല്ല, അനുവിൻ്റെയും നിഖിലയുടെയും പോർഷൻസ്, ദേവിക ചേച്ചിയുടെയും ടീച്ചറിൻ്റെയും പോർഷൻസ്, രഞ്ജി പണിക്കർ സാറിൻ്റെ പെർഫോമൻസ്, സിദ്ദിഖിൻ്റെ ആ ഒരു ചെറിയൊരു സീനുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ കഥാപാത്രം ഇല്ലെങ്കിൽ അനു ചെയ്ത ഈ കഥാപാത്രം ചർച്ച ചെയ്യപ്പെടും തോന്നുന്നു. ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ കഥാപാത്രം നല്ല രസം
അല്ല എന്തെങ്കിലും വിവാദമായിട്ട് വരുമോ ചെയ്ത് കണ്ടിരിക്കാറുള്ളത്